ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫിർദൗസിയ വ്ളോഗ്സ്. ഇന്നൊരു കിടിലൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ഒരു 2-3 ഉണക്കമുളക് ഇവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 3 ഉണക്കമുളകേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇത് കൂട്ടാവുന്നതാണ്. ഇതിന് പുറമേ ഞാൻ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു തക്കാളിയുടെ പകുതി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓയിൽ ചൂടായാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് സോഫ്റ്റായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇപ്പോൾ മസാലയൊക്കെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏത് കറി ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ ഇടയ്ക്ക് വെച്ച് ചൂടുവെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമ്മൾ എടുത്തു വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ ചിക്കൻ്റെ കഷ്ണങ്ങളിൽ പിടിക്കണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ചിക്കനിലേക്ക് കൂടി വേണ്ട ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് കൂടി കൂട്ടിയിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്.
ഇത് കറിക്ക് നല്ലൊരു കളറും തരും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറിയ തീയിലൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ചിക്കൻ ഏകദേശം വെന്ത് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും കൂടി ചേർക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുപോലെ സെമി തിക്ക് ഗ്രേവിയിലായിരിക്കും ഈ കറി ഉണ്ടാവുക. ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ ചേരുവകൾ കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്ക് കിട്ടുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.